آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. قال كم لبثتم في الأرض عدد السنين قالوا لبثنا يوما أو بعض يوم فاسأل العادين قال إن لبثتم إلا قليلا لو أنكم كنتم تعلمون أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടുകൂടി കൃത്യമായി അമലുകളെ ചിട്ടപ്പെടുത്തണേ എന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ആരോഗ്യവും ഈമാനും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, 2024 ജനുവരി 1 ഒരു തിങ്കളാഴ്ചയായിരുന്നു. പുതിയ കലണ്ടർ വന്നു, പുതിയ സമയം വന്നു, പുതിയ പ്രഭാതം വന്നു, പുതിയ വർഷം വന്നു. എത്ര വെള്ളിയാഴ്ചയാണ് ഒരു വർഷത്തിൽ ഉണ്ടാവുക? എത്ര ആഴ്ചയാണ് ഒരു വർഷത്തിൽ ഉണ്ടാവുക? എത്ര മാസമാണ് ഒരു വർഷത്തിൽ ഉണ്ടാവുക? എത്ര ഖുതുബകളാണ് നാം ഒരു വർഷം കേട്ടുപോയിട്ടുള്ളത്? ആലോചിക്കേണ്ടതാണ്. ഈ 365 ദിവസങ്ങളിൽ എത്ര തവണ നമ്മുടെ ശ്വാസോച്ഛ്വാസം നടന്നു? നമ്മുടെ നാഡിമിടിപ്പ് എത്ര തവണയാണ് നടന്നത്? ഇങ്ങനെ ഒരുപാട് ചിന്തകൾ നാം നടത്തേണ്ടതാണ്. 2024 ചെറിയ ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പത്രങ്ങൾ, മീഡിയകൾ വായിക്കുന്നവരും കേൾക്കുന്നവരുമാണ് നമ്മളെല്ലാവരും. എന്നാലും അതിൽ ഒരിക്കലും മറക്കാനും കഴിയാത്ത ചില ദുരന്തങ്ങൾ ഉണ്ടാകും. കാക്കക്കും പൊൻകുഞ്ഞാൻ. ചെറിയ പ്രയാസം അവരവരുടെ കുടുംബത്തിന് ഉറ്റവർക്ക് വലിയ പ്രയാസമാണ്. പക്ഷെ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട പ്രയാസങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, 2024 ഇസ്ലാമികമായ ഒരു ചിന്ത നടത്തുകയാണെങ്കിൽ റമദാനും ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും ഉദ്ഹിയ്യത്തും ഒക്കെ കഴിഞ്ഞു. ഇത് റജബാണ്. 2 മാസം കഴിഞ്ഞാൽ വീണ്ടും റമദാൻ നമ്മിലേക്ക് പോവുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും മാർച്ച് ആദ്യത്തെ ദിവസം തന്നെ റമദാനായിരിക്കും. 2024 പിന്നെ നാം എടുത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട, രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന് സാക്ഷ്യം വഹിച്ച മുണ്ടക്കൈ വയനാട് ദുരന്തമാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ഒരുപാട് ചിത്രങ്ങൾ ഇക്കഴിഞ്ഞ വർഷമാണ് നാം വായിച്ചിട്ടുള്ളത്. ഈ ദുരന്തങ്ങളൊക്കെ നടന്നതിന്റെ തൊട്ടുടനെ തന്നെ സ്വന്തം പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ, തുണ്ടമായി കൊലപ്പെടുത്തിയത് നാം കേട്ടതാണ്. ഭാര്യയെ, ഭർത്താവിനെ, ഉപ്പയെ, ഉമ്മയെ, അച്ഛനെ, അമ്മയെ, മക്കളെ കൊല്ലുന്ന കിരാതമായ, മനസ്സ് മരവിച്ച ഒരു കാലമായിരുന്നു 2024 എന്ന് പറയുമ്പോൾ. അങ്ങനെ മയക്കുമരുന്ന് വേട്ട, എന്തിനേറെ എത്രയോ കോടി രൂപ അധികം ഈ കഴിഞ്ഞ ഡിസംബർ 31 മദ്യം വിറ്റു എന്നാണ്. തൃശ്ശൂരിൽ
പുതുവത്സരാശംസ നേരാത്തതിന്റെ പേരിലാണ് ഈ വർഷത്തെ പുതുവത്സരത്തിന്റെ ആ ദിവസത്തിന്റെ അന്ന് സ്വന്തം കൂട്ടുകാരനെ 24 വെട്ടോടുകൂടി വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഇങ്ങനെ വർഗീയതയുടെ, നെറികേടിന്റെ, തീവ്രവാദത്തിന്റെ, ജാതിയുടെ, മതത്തിന്റെ, നിറത്തിന്റെ, തൊലിയുടെ, സമ്പത്തിന്റെ, അതിർത്തിയുടെ പേരിൽ കൊല നടന്ന ഒരു കാലഘട്ടം. ജനുവരി 1 ആരംഭിച്ചത് 24 വെട്ടോടുകൂടി തന്റെ കൂട്ടുകാരനെ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്തയുമായിട്ടാണ്. പുതുവത്സരം അറിയിച്ചിട്ടില്ല, ആശംസ നേർന്നിട്ടില്ല എന്നുള്ളതായിരുന്നു കാരണം. ഇങ്ങനെ ഒരുപാട് തിക്താനുഭവങ്ങൾ അയവിറക്കുമ്പോ നാം മറ്റൊരു ദുരന്തങ്ങളിലൂടെ കണ്ണോടിക്കുകയാണ്. സാഹിത്യകാരന്മാർ മരണപ്പെട്ടു പോയി. മലയാളത്തിന്റെ അക്ഷരങ്ങൾ കുറിച്ചു വെച്ചവർ മരണപ്പെട്ടു പോയി. ഡിസംബർ ഏറെക്കുറെ അവസാനത്തെ ആഴ്ചകൾ 4 പെൺകുട്ടികൾ കിരാതമായി മരണപ്പെട്ടു. അതിന്റെ ആഴ്ചകൾക്ക് മുന്നെയാണ് 10-11ഓളം വിദ്യാർത്ഥികൾ യാത്ര ചെയ്ത വാഹനം അപകടത്തിൽപ്പെട്ടു. നിയമങ്ങൾ അനുസരിക്കാത്തതിന്റെ പേരിൽ, നിയമങ്ങൾ സമൂഹത്തിൽ പഠിപ്പിക്കേണ്ടവർ തന്നെ അലംഭാവം കാണിച്ചപ്പോ സംഭവിച്ചൊരു ദുരന്തം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. എല്ലാം അള്ളാഹുവിന്റെ വിളിയും തീരുമാനവുമാണ്. അത് ഖദറാണ്, ഖലാ ആണ് എന്നുള്ള വിഷയം നാം വേർതിരിച്ച് പറഞ്ഞതാണ്. ജനുവരി 1 ആരംഭിച്ചത് ഇതേപോലെ ഒരു ഡ്രൈവറുടെ അപാകതയായിരുന്നു. നിയമങ്ങൾ കാറ്റിൽ പറത്തിയ ഒരു കാലം. ഇങ്ങനെ ദുരന്തങ്ങളും ദുരിതങ്ങളും നമ്മുടെ മറക്കാൻ പറ്റാത്ത സംഗതികളായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് 2024 നമുക്ക് തന്ന നിർദ്ദേശം? എന്താണ് 2024 നമുക്ക് നൽകിയ സന്ദേശം? എന്താണ് 2024 നമുക്ക് നൽകുന്ന ഗുണപാഠം? ഒന്ന്, ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ ആരോഗ്യമുണ്ടെങ്കിലേ ജീവിച്ചിട്ട് കാര്യമുള്ളൂ. ആരോഗ്യം ഉണ്ടാവണം. ഈമാൻ ഉണ്ടെങ്കിലേ മരിച്ചാലും കാര്യമുള്ളൂ. അപ്പൊ ഈമാൻ ഉണ്ടാവണം. വയനാടും അപകടങ്ങളും, വാഹനാപകടങ്ങളും, ദുരന്തങ്ങളും, കൊലകളും, കൊള്ളകളും അർമാദിക്കുന്ന ഒരു കാലഘട്ടം. മൊത്തത്തിൽ മരണം കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. പ്രായമാകാത്തവരാണ് മരിച്ചവരിൽ അധികവും. 2024 മരണത്തിന്റെ കണക്കെടുത്ത് നോക്കുമ്പോ അതിൽ 40 വയസ്സിന് താഴെയുള്ളവരാണ് 50 വയസ്സിന് മുകളിലുള്ളവരെക്കാൾ മരിച്ചവരിൽ അധികം എന്ന് കണക്കുകൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ പ്രായം കുറഞ്ഞവരുടെ മരണം അധികരിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. പലതും അറ്റാക്കുകളാണ് എന്ന് പറയപ്പെടുന്നു. ചിലത് ആത്മഹത്യകളാണ്. മരണം കൂടിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു നേരത്ത് 2025 ഇന്ന് 3-ാം തീയതിയാണ്. നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നാം എങ്ങനെയാവണം? നാം ആരാവണം? നാം എന്താവണം? ഞാൻ ഓതിവെച്ചത് സൂറത്തുൽ മുഅ്മിനൂനിലെ അവസാന ഭാഗത്തായത്താണ്. 112 മുതൽ 116 വരെയുള്ള 115 വരെയുള്ള ആയത്തുകളാണ് നാം ഓതി കേൾപ്പിക്കപ്പെട്ടത്. ഖാല കം ലബിത്തും ഫിൽ അർളി അദദ സിനീൻ. മരിച്ചതിന് ശേഷമുള്ള നമ്മുടെ ചില അവസ്ഥകളാണ്. ഖബറിലെത്തുമ്പോഴുള്ള എന്റെയും നിങ്ങളുടെയും ചിന്തകളും ചോദ്യങ്ങളും നുറുങ്ങുകളുമാണ്. നമ്മൾ ചോദിക്കുകയാണ്, ലബിത്നാ യൗമൻ ഔ ബഅദ യൗം. ഖബറിൽ കിടക്കുമ്പോ, അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമ്പോ ആരാണ് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയത് എന്ന് ചോദിക്കുന്ന രംഗം സൂറത്ത് യാസീൻ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പറയാൻ ലബിത്നാ യൗമൻ, ഒരു ദിവസമേ ആയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഇന്നലെ ആയിരിക്കൂലേ മരിച്ചിട്ട് ഒരു ദിവസമേ ആയിട്ടുള്ളൂ തോന്നുന്നുണ്ട്. അല്ല, കം ലബിത്തും ഫിൽ അർളി അദദ സിനീൻ. എത്ര കാലമാണ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചത് എന്ന്. 68 വയസ്സ് വരെ ജീവിച്ച ഒരു മനുഷ്യൻ
അത് വെള്ളത്തിൽ കൈയിട്ടെടുത്താൽ, ഒരു കടലിൽ കൈമുക്കിയെടുത്താൽ ആ കയ്യിൽ എത്ര തുള്ളി ഉണ്ടാവും? കടലിൽ കുറവുണ്ടാവോ? ഇല്ല. കയ്യിൽ എത്ര തുള്ളി ഉണ്ടാവും? അത്രേ ജീവിതമുള്ളൂ എന്നാണ്. അത്ര നിസ്സാരമാണ്. താടി നരച്ചവരെ, 60, 70, 80 വയസ്സായവരെ ആലോചിക്കുക. ഈ കഴിഞ്ഞ വയസ്സുള്ള 60 കൊല്ലം എന്നാ 6ന് പെരുപ്പിച്ചത് കൊണ്ട് കാര്യമില്ല, ഒന്നുമില്ല. 25 വയസ്സുള്ള ചെറുപ്പക്കാരെ, ആ 25 ആ ചുറുചുറുക്കുണ്ടല്ലോ, ആ ചുറുചുറുക്കിന്റെ പദം കനപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. അള്ളാന്റെ മുമ്പിലെത്തുമ്പോ ചെറിയ സമയമുള്ളൂ. ഇത് ആദം നബി മുതൽ ലോകാവസാനം വരെയുള്ള മനുഷ്യരുടെ ആ കാലഘട്ടം നോക്കിയാൽ 60 വയസ്സ് 20 വയസ്സ് എന്നുള്ളത് ചെറുതാണ്. എന്നിട്ട് പറയാണ്, നിങ്ങള് കുറച്ചേ ഭൂമിയിൽ താമസിച്ചിട്ടുള്ളൂ, കുറച്ചേ താമസിച്ചിട്ടുള്ളൂ എന്ന് പറയാണ്. കൊള്ളയും കൊലയും വെറിയുമായി നടന്നവരോടുള്ള അള്ളാഹുവിന്റെ ചോദ്യം, അഫഹസിബതും, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ, അന്നമാ ഖലഖനാകും അബദ, ഇതൊക്കെ വെറുതെയാണ്, നിന്റെ ചിരിയും കളിയും ഓട്ടവും ചാട്ടവും സമ്പത്തും വീടും പാർപ്പിടവും വാഹനവും എല്ലാം വെറുതെ തന്നതാണ് എന്ന് നീ വിചാരിച്ചിട്ടുണ്ടോ? സഹോദരന്മാരെ, ഈ പള്ളിയിലേക്ക് നമ്മൾ വരുമ്പോ, നടന്നു വരുമ്പോ എന്റെ ഈ നടക്കാനുള്ള കാല് എനിക്ക് എന്റെ റബ്ബ് വെറുതെ തന്നതാണ് എന്ന് ഞാൻ വിചാരിച്ചോ എന്നാണ് അള്ളാന്റെ ചോദ്യം. നാം ഉപയോഗിച്ച വാഹനം, ഈ വാഹനം എനിക്ക് വെറുതെ തന്നതാണ് എന്ന് നമ്മൾ വിചാരിച്ചോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ജുമാ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് കിടക്കുമ്പോ ആ സോഫയോ ആ കിടക്കയുണ്ടല്ലോ, ഇത് വെറുതെ തന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. നടന്ന് വിയർക്കുമ്പോ വിഷമിക്കുമ്പോ ഒരു ചായ കുടിക്കാൻ ഒരു ഹോട്ടലിൽ കയറുമ്പോ ആ ഇരുന്ന് കുടിക്കുമ്പോഴുള്ള ആ ആരോഗ്യം, ഈ ആരോഗ്യവും ഈ പളവളപ്പും ഒക്കെ വെറുതെയാണ്, കളിതമാശയായിട്ട് തന്നതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുകയില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഞാൻ എന്നോട് ചോദിക്കേണ്ട ചോദ്യമാണ്, നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ പള്ളിയിൽ ഓരോരുത്തരും അവരവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് കരണ്ട് പോകുമ്പോഴും അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും മരണവാർത്ത അറിയുമ്പോഴും നമ്മൾ പറയാറുണ്ട്. സത്യത്തിൽ ആ പറയുമ്പോ അതിന്റെ മജ്ജ ഉൾക്കൊണ്ടുകൊണ്ടാണോ നമ്മൾ പറഞ്ഞത്? അല്ലാഹുവേ വ ഇന്നാ ഇലൈഹി റാജിഊൻ, നിന്നിലേക്ക് ഞങ്ങൾ മടങ്ങും എന്ന ഒരു തോന്നൽ, ഒരു ബോധം, ഒരു എനർജി, അല്ലെ? ആ തോന്നൽ ഒരു എനർജിയാൽ നമുക്കുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ എന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, 2024 മുണ്ടക്കയവും അവസാനം 4 പെൺകുട്ടികൾ അപകടത്തിൽപ്പെട്ടതും അതും നിലച്ചിരുന്ന സംഗതിയല്ല, അല്ലേ? ആ പെൺകുട്ടികൾ വളരെ ചിരിച്ച് കളിച്ച് ആ തന്റെ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷ പ്രകടനത്തിൽ ആ 4 കുട്ടികൾ ഒരുപോലെ ഇരിക്കുമ്പോ വാഹനം വന്നിടിച്ച് മരിച്ച് വീഴുന്ന ആ രംഗം, അന്നക്കും ഇലൈനാ ലാ തുർജഊൻ, ആ ഒരു ആയത്ത്, അത് നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കിയട്ടെ, അല്ലെ? ആ കുട്ടികൾ നിൽക്കുന്ന രംഗവും ആ അപകട ദൃശ്യവും ശേഷമുള്ള അല്ലാഹുവിന്റെ ആയത്തും, അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥ അന്നക്കും ഇലൈനാ ലാ തുർജഊൻ, അല്ലെ? ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. സൂറത്തുൽ ജുമുഅയിലെ ആയത്താണ്, 8ാമത്തെ ആയത്താണ്. ഖുൽ, നീ പറയുക, ഇന്നൽ മൗത്ത്, മരണം എന്നുള്ളത് എങ്ങനെയാ? അല്ലദീ തഫിറൂന മിൻഹു, നീ ആ മരണത്തിൽ നിന്നും ഓടിയാലും, അപകടം വരുന്നു, കാറ്റ് വരുന്നു, വെള്ളപ്പൊക്കം വരുന്നു, അത് മല ഇങ്ങനെ ഇടിയുകയാണ്, ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും ആ മരണം മുലാഖീകും, നിന്നെ പിടിച്ചിട്ടേ പോവുള്ളൂ, നിന്നെയും കൊണ്ടേ പോവുള്ളൂ. നീ അങ്ങനെ ഓടി വിചാരിച്ചിട്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ,
ആ പ്രയോഗം ഉണ്ടല്ലോ, മുസയ്യദ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തം എന്നർത്ഥം. അതിനപ്പുറം ഇല്ല വേറെ പദം. ഫീ ബുറൂജിൻ മുസയ്യദ, അതിശക്തമായ കോട്ടകൾക്കുള്ളിൽ. കോട്ട എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ പട്ടാളം ഉണ്ടാക്കിയ കോട്ടകൾ നമ്മൾ പോയി കണ്ടിട്ടുണ്ടാവും പലതും. നമ്മുടെ നാട്ടിലും കേരളത്തിന് പുറത്തുമൊക്കെയുള്ള അല്ലേ, ആ കോട്ടകൾ കണ്ട് നമ്മൾ പറയുന്ന പ്രയോഗം ഇതൊക്കെ ഭയങ്കര സംഭവം, സെറ്റപ്പ് തന്നെയല്ലേ. ഇവിടെയാണ് ഒളിക്കുക, ഇതിലൂടെയാണ്, ഈ ഗർത്തത്തിലൂടെയാണ് രക്ഷപ്പെടുക, ശത്രുക്കളുടെ മുന്നിൽ രക്ഷപ്പെടാൻ അപ്പുറത്തേക്കെത്താൻ ഈ ഗുഹയിലൂടെയാണ് പോവുക എന്നൊക്കെ നമ്മളിങ്ങനെ വയലു പറയും അല്ലേ. പരിചയമില്ലാത്തവർക്ക്, മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. ബുറൂജ്, കോട്ട. അങ്ങനെ അതിശക്തമായ ഒളിത്താവളത്തിൽ നിങ്ങൾ ഒളിച്ചാലും ഐനമായുദിരിക്കുമുൽ മൗത്ത്, എന്നാലും മരണം അല്ലാഹ് നിനക്ക് തീരുമാനിച്ചോ അത് ഉറപ്പാണ്. അത് എത്ര സ്യൂട്ടാണ് ആ പദം. ഐനമായുദിരിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുസയ്യദ. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് പുഴുവിൽ നിന്നും പൂമ്പാറ്റയായി വരുന്നു. ആ പൂമ്പാറ്റകളായി നമ്മൾ മാറണം. എങ്ങനെയാ പൂമ്പാറ്റകളായി നമ്മൾ മാറാൻ കഴിയുക? പൂമ്പാറ്റകളുടെ സഞ്ചാരമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, കണ്ണുകളെ ആനന്ദിപ്പിക്കുന്ന വർണ്ണശലഭങ്ങളായി മാറാൻ നമുക്ക് കഴിയണം. നമ്മെ കാണുമ്പോ നമ്മുടെ ഉമ്മാക്ക്, നമ്മുടെ ഉപ്പാക്ക്, നമ്മുടെ ഭാര്യക്ക്, നമ്മുടെ ഭർത്താവിന്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കൂട്ടുകാരന്, പള്ളിയിലേക്ക് വരുമ്പോ പള്ളിയുള്ളവർക്കാ എന്നാണ് വന്നു. അതൊരു വർണ്ണശലഭമായ പൂമ്പാറ്റകളുണ്ടല്ലോ, ആ ശലഭങ്ങളുണ്ടല്ലോ അല്ലേ. പല നിറം പല രസം ആണ് പൂമ്പാറ്റകൾക്ക്. ആ പല നിറവും പല രസവും നമുക്കുണ്ടാവണം. നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ചിരിയിൽ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആ പല രസവും പല നിറവും ഉണ്ടാവണം. പുഴുവിൽ നിന്നുമാണ് പൂമ്പാറ്റ ഉണ്ടാവുക. ആ പുഴുക്കളെ കാണുമ്പോൾ നമുക്ക് വെറുപ്പും അറപ്പും ഉണ്ടാകുന്നു. ആ പുഴുക്കൾ പൂമ്പാറ്റയായി വരുമ്പോഴുണ്ടാകുന്ന, കാണികൾക്കുണ്ടാകുന്ന ഒരു ഇമ്പമുണ്ട്. ആ ഇമ്പമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. 2025 പല രൂപത്തിലും പല കോലത്തിലും എഴുതിയപ്പോ ആ എഴുത്തിനെ ശലഭമാക്കാൻ, എഴുത്തിനെ വർണ്ണമാക്കാൻ ശ്രമിക്കുന്നു. ആ 2005 എന്നുള്ള എഴുത്തല്ല ഞാനും നിങ്ങളും വർണ്ണമാക്കേണ്ടത്, അതിലുള്ള പ്രവർത്തനങ്ങളാണ്. ഇന്ന് 3-ാം തീയതിയാണ്. ഇന്ന് 1 മണിയായി, 1:05, 1:06. ഈ 1 മണി വരെ നമുക്ക് എങ്ങനെയാണ് അതിലെ ശലഭത്തെ പോലെ വിവിധ വർണ്ണമുള്ള, വിവിധ നിറമുള്ള, വൈവിധ്യമായ ശലഭങ്ങളെ പോലെ ആകുവാൻ ഈ 2 ദിവസം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിയേണ്ടതുണ്ട്. കഴിഞ്ഞിട്ടില്ലെങ്കിൽ 2024-ഉം 2025 തമ്മിൽ എന്ത് മാറ്റം? 2024 തിങ്കളാഴ്ചയാണ് 1-ാം തീയതി എങ്കിൽ, ജനുവരി 1 എങ്കിൽ 2025 ബുധനാഴ്ചയായിരുന്നു എന്ന മാറ്റമല്ലാതെ വേറൊരു മാറ്റമില്ല. 365 ദിവസം തന്നെ ഉണ്ടാവുക. ആഴ്ചകൾക്ക് മാറ്റില്ല, ദിവസങ്ങൾക്ക് മാറ്റില്ല. ആ ദിവസം 1-ാം തീയതിയിൽ വരുന്ന മാറ്റമല്ലാതെ വേറെ എന്ത് മാറ്റമാണ് നമുക്ക് സമർപ്പിക്കാൻ പറ്റുക? പറ്റണ്ടേ? പറ്റണം. എങ്ങനെ പറ്റും? നാം മാറണം. നമ്മുടെ ഡ്രസ്സാണോ മാറേണ്ടത്? അല്ല. രൂപമാണോ മാറേണ്ടത്? അല്ല. പിന്നെ എന്ത് മാറണം? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും വഅഅമാലികും. അല്ലാഹു നോക്കുക നിങ്ങളുടെ രൂപത്തിലേക്കല്ല, നിങ്ങളുടെ ശരീരത്തിലേക്കല്ല. നല്ല നിറമുള്ള, നല്ല തുളുമ്പുന്ന മുഖമുള്ള, കവിൾത്തടമുള്ള ശരീരം, അതിലേക്കല്ല അല്ലാഹു നോക്കുക. ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ, പക്ഷേ യൻദുറു, അല്ലാഹു നോക്കും, ഇലാ ഖുലൂബികും, ഖൽബിലേക്കാണ്. റസൂൽ ഒരിക്കലും ചൂണ്ടിയിട്ട് പറഞ്ഞല്ലോ, തഖ്വ ഹുന, തഖ്വ ഇവിടെയാണ്, ഖൽബിലാണെന്ന് പറഞ്ഞു. ഇമാം ഗസാലി കൈകെട്ടൽ നെഞ്ഞത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പറഞ്ഞതെന്നറിയോ? അദ്ദേഹം മറ്റുള്ള ദുർബലമായ ഹദീസ് കാണാത്തോണ്ടല്ല, അദ്ദേഹം നെഞ്ഞത്ത് കൈകെട്ടുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞപ്പോൾ ഇമാം ഗസാലി പറഞ്ഞൊരു പ്രയോഗമുണ്ട് ഇഹ്യാ ഉലൂമുദ്ദീനിൽ. അദ്ദേഹം പറഞ്ഞത് നെഞ്ഞത്താണ് കൈകെട്ടേണ്ടത്, കാരണം നെഞ്ചിന്റെ ഉള്ളിലാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം നെഞ്ഞത്തെ ഇടത് ഭാഗത്തേക്ക് അല്പം ചെരിച്ചു കെട്ടണം എന്നുകൂടി പറഞ്ഞാണ് ഇമാം ഗസാലി. ഞാൻ പറഞ്ഞത് അത്തഖ്വ ഹുന എന്ന പ്രയോഗം പറഞ്ഞപ്പോൾ സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും, ഖൽബിലേക്കും, മറ്റൊരു ഹദീസിൽ വഅഅമാലികും, നിങ്ങളുടെ അമലിലേക്കുമാണ് അല്ലാഹു നോക്കുക എന്നാണ്. ഖൽബ്,
അപ്പൊ നമ്മുടെ വസ്ത്രം വർണ്ണമുള്ളതായതുകൊണ്ട് കാര്യമില്ല. വസ്ത്രം വൃത്തിയാവണം, കുളിക്കണം, മുടി ചീകണം, അല്ലെ, സുഗന്ധം ഉപയോഗിക്കണം പുരുഷന്മാർ. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ഉള്ളു പൊള്ളയായാൽ എല്ലാം പോയി. നല്ല മരം, അതിൽ ഉള്ളു പൊള്ളയാല് ആരെങ്കിലും വാങ്ങുമോ? ഇല്ല. അത് പണിത്തരത്തിന് പറ്റൂല. ഉള്ളു പൊള്ളയാൻ പാടില്ല. അതേപോലെ തന്നെ ഓർക്കേണ്ടത് 2025 ആകുമ്പോൾ സമയം കുറഞ്ഞു വരികയാണ്. റബ്ബിലേക്കുള്ള സമയം അടുത്തിരിക്കുന്നു. നമ്മുടെ ദൈർഘ്യം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ ലക്ഷ്യത്തിന് ദൈർഘ്യം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. 5 വയസ്സായ കുട്ടിക്ക് 5 വയസ്സ് കുറഞ്ഞു എന്നാണല്ലോ അർത്ഥം, അല്ലെ? അപ്പൊ ദൈർഘ്യം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കൂടുതൽ കരുതലുണ്ടാകണം എന്ന് ഉറപ്പിക്കണം. തളരുന്നവർക്ക് താങ്ങാവണം, തളരുന്നവർക്ക് ആശ്വാസമാവണം. എന്റെ വാക്ക്, എന്റെ പ്രവൃത്തി, എന്റെ നോട്ടം, എന്റെ സംസാരം ആശ്വാസമാവണം. ആർക്ക്? ആവശ്യക്കാർക്ക്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. നമ്മൾ ഫഖീറുകളാണ്. ആരിലേക്ക്? അല്ലാഹുവിലേക്ക് ഫഖീറുകളാണ്. എന്താ ഫഖീർ എന്ന് പറഞ്ഞാൽ? നമുക്കറിയുന്ന ഫഖീർ എന്നാ ഒന്നും ഇല്ലാത്തവർ, ആവശ്യക്കാരെന്നാണ്. അപ്പോ അശരണർ, ദുർബലർ, പ്രയാസപ്പെടുന്നവർ, അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ അത് എന്റെ പ്രയാസമായി മാറണം. അശദ്ദു കൽ ബുന്യാൻ, ശക്തമായ കെട്ടിടം പോലെ എന്ന് പറഞ്ഞു, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വിശ്വാസികൾ ശക്തമായ കെട്ടിടം പോലെയാണ്. എന്താ കെട്ടിടത്തിന്റെ പ്രത്യേകത? ഒരു കല്ല് മാത്രം വിചാരിച്ചാൽ കെട്ടിടാവൂല. കല്ലുകളും അതിന്റെ ചേരുവകളും കൂടി നല്ലൊരു നിർമ്മാണം വരുമ്പോഴാണ് കെട്ടിടമാവുക. ആ മതിൽ നല്ല ഭദ്രമായിരിക്കും, അല്ലെ? നമുക്ക് ഈ മതിൽ തള്ളിയ പോകുമോ? ഇല്ല. എന്തുകൊണ്ടാ? അതിന് മുന്നേ കല്ല് മാത്രം അട്ടിവെച്ചാൽ നമ്മൾ തള്ളിയ വീഴൂലേ? വീഴും. അപ്പൊ ആ കെട്ടിടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതുപോലെയാണ് വിശ്വാസി എന്നാണ്. എന്നിട്ട് പറഞ്ഞു, പരസ്പരം കാരുണ്യത്തിലും സ്നേഹത്തിലും ആ കെട്ടിടം പോലെ സഹകരിക്കണം. അതിന്റെ സിമന്റും പൂഴിയും അതിന്റെ ചേരുവകൾ എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണ്, കാരുണ്യമാണ്. പള്ളിയിലുള്ള ഇത്ര ആൾക്കാര് നല്ല സ്നേഹവും കാരുണ്യം ഉണ്ടെങ്കിൽ ഈ പള്ളിയിൽ ഇരിക്കുന്ന ആരും മാനസികമായി വേദനിക്കേണ്ടി വരികയില്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, 2024 എനിക്ക് ആരെയെങ്കിലും വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ 25 തീരുമാനിക്കണം, ഇനി ആ പണിക്ക് എന്നെ കിട്ടൂല. എന്റെ നോട്ടം കൊണ്ട് ഒരാളെ വേദനിപ്പിക്കാൻ എന്നെ കിട്ടൂല. അത് തീരുമാനിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയാൻ, മാ നദിംതു അലാ ശൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസഹു നഖസ ഫീഹി അജ്ലി ഫലം യസിദ് ഫീഹി അമലി. അദ്ദേഹം പറയാൻ, വൈകുന്നേരമാകുമ്പോൾ ഒരു നന്മയും അധികമായി ചെയ്തിട്ടില്ലെങ്കിൽ ആ വൈകുന്നേരമാകുമ്പോ എനിക്ക് വല്ലാത്ത അത്ര വേദനയ്ക്ക് വേറെ ദിവസം ഉണ്ടാവില്ല. വൈകുന്നേരം 6 മണിയാകുമ്പോൾ അദ്ദേഹം ഗറബത് ശംസം, സൂര്യാസ്തമയം, അല്ലേ? ഒരു 6 മണി 6:15 അദ്ദേഹം വിചാരിക്കുകയാണ്, ആ മഗ്‌രിബിന് നേരം വിചാരിക്കുകയാണ്, അല്ലോ ഇന്ന് നന്മ ഒന്നും അധികം ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ, തിരക്കായി പോയല്ലോ, കച്ചവടം തിരക്കായി പോയല്ലോ. അദ്ദേഹത്തിന് വല്ലാത്ത ഫീലിംഗ് ആയിരിക്കുന്നതാണ്, ഒരു ഡിപ്രഷൻ ഉണ്ടാവുന്നതാണ്. എന്നാലോചിച്ച് നോക്കിയിട്ട് അവസ്ഥ. നമ്മളങ്ങനെ ഒരു ചിന്ത നമുക്ക് പോയിട്ടുണ്ടോ? പോകണം, പോയിട്ടില്ലെങ്കിൽ, അല്ലെ? വൈകുന്നേരമാകും അദ്ദേഹം ഖേദിക്കുന്നതാണ്. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു കൊടുക്കാൻ വസിയത്താണ്. അബൂബക്കർ റളിയല്ലാഹു മരണവെപ്രാളത്തിൽ കിടക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു പറയാൻ, യാ ഉമർ ഇന്ന ലില്ലാഹി ഹഖ്ഖൻ ബില്ലൈൽ ലാ യുഖ്ബിലുഹു ബിന്നഹാർ വഹഖ്ഖൻ ബിന്നഹാർ വലാ യുഖ്ബിലുഹു ബില്ലൈൽ. യാ ഉമർ, ഉമറേ, നീ ഒരു കാര്യം ഓർക്കണം, രാത്രിയിൽ നിനക്ക് അല്ലാഹുവിന്റെ ബാധ്യതയുണ്ട്, പകലിൽ ചെയ്യാത്ത ബാധ്യത. അതേപോലെ നിനക്ക് പകലിൽ അല്ലാഹുവിന്റെ ബാധ്യതയുണ്ട്, രാത്രി ചെയ്യാത്ത ബാധ്യത. ആലോചിച്ച് നോക്കിയാട്ടെ, തഹജ്ജുദ് നിസ്കാരം പകലിൽ നിസ്കരിക്കുമോ? ഇല്ല, അല്ലേ? അത് രാത്രി നിസ്കരിക്കുള്ളൂ. അപ്പൊ രാത്രിയില്ലാത്ത ചില കാര്യങ്ങൾ പകലിലും, പകലില്ലാത്ത ചില കാര്യങ്ങൾ രാത്രിയിലും നിനക്ക് റബ്ബിനോട് ബാധ്യതയുണ്ട്. ലാ തൻസാ യാ ഉമർ, ഉമർ നീ അത് മറക്കാൻ പാടില്ല.
അബൂബക്കർ റളിയല്ലാഹു തന്റെ ആ അവസാന ദീർഘനിശ്വാസം വിടാൻ നേരത്ത് ഇങ്ങനെ ആ മരണക്കടക്കയിൽ കിടക്കാന്ന് പറയല്ലോ, ആ നേരത്ത് ഉമറിനോട് കൊടുത്ത ഉപദേശമാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളും അത് ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു നമുക്കുണ്ടായത്? 30 കൊല്ലം മുന്നേയുള്ള അവസ്ഥകൾ നമുക്കറിയാം അല്ലെ. 30 കൊല്ലവും ഈ 2025 തമ്മിലുള്ള മാറ്റം ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് അല്ലേ. അതൊരു 30 കൊല്ലം മുന്നേ നമുക്ക് ആർക്കും ആലോചിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രചാരമായിരുന്നു അല്ല അല്ലേ. ഇന്റർനെറ്റിന്റെ വേഗത അതിവേഗതയാണ് അല്ലെ. ഓൺലൈൻ സംവിധാനങ്ങൾ, ബില്ലടക്കാൻ എല്ലാത്തിനും ഓൺലൈൻ സംവിധാനങ്ങളാണ്. പഴയ കാലത്ത് വന്നതുപോലെയല്ല, ഒരാൾ വിദേശത്തേക്ക് പോയാൽ 2 ആഴ്ച കാത്തിരിക്കണം അല്ലെ അവിടുത്തെ വിവരങ്ങൾ അറിയാൻ. അങ്ങനെ സംവിധാനത്തിന് ആവശ്യമില്ല. ഇങ്ങനെ 30 കൊല്ലങ്ങൾ കൊണ്ടുവന്ന മാറ്റം, 30 കൊല്ലങ്ങൾ കൊണ്ടുവന്ന പുരോഗതി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണം. എങ്ങനെ? നമ്മുടെ ഈമാനിനെ സ്വാധീനിക്കണം. അത് എങ്ങനെ നമുക്ക് പരിമപ്പെടുത്താൻ പറ്റും? ഈ 2025 എൻ്റെ കയ്യിലുള്ള ഈ ചെറിയൊരു മൊബൈൽ ഉപയോഗിച്ച്, ഇന്നത്തെ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച്, ഏറ്റവും നല്ല അതിവേഗതയുള്ള ഇന്റർനെറ്റ് സൗകര്യം ഉപയോഗിച്ച് എങ്ങനെ എൻ്റെ ഈമാൻ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ പറ്റും? ആലോചിക്കുക. അല്ലാഹു പറയട്ടെ. إن الحمد لله وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من تبع الهدى إلى يوم الدين. ما بعد يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ ക്രമീകരിക്കണേ എന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ഓർമ്മിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ റജബ് മാസത്തിലെ കാലെടുത്ത് വെച്ചു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് റജബ് എന്നുള്ളത് വിത്ത് നടാനുള്ള മാസവും, ഷഅബാൻ എന്നുള്ളത് ആ വിത്ത് വളവും വെള്ളവും ചേർത്ത് അതിനെ പുഷ്ടിപ്പെടുത്താനുള്ള മാസവും, റമളാൻ അത് കൊയ്തെടുക്കുന്ന മാസവും എന്നാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? വിത്ത് നടാൻ തുടങ്ങണം. റജബ് തുടക്ക ദിവസങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ വിത്ത് നടണം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഖുർആൻ പാരായണം. സത്യം നമ്മൾ നേരെ തിരിച്ച് റമളാനിലെ വിത്ത് നടാൻ തുടങ്ങല്ലേ. അന്ന് നേരത്തെ പള്ളിയിൽ വരും, അന്ന് ഖുർആൻ ഓത്ത്, അങ്ങനെ എല്ലാം ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ അതല്ല, നമ്മളിപ്പോൾ തന്നെ ഖുർആൻ പാരായണം ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തവർ തുടങ്ങുക. നമ്മുടെ കാര്യങ്ങളൊക്കെ ആ രൂപത്തിൽ സജ്ജീകരണങ്ങൾ തുടങ്ങേണ്ടവർ ഇപ്പോഴേ തുടങ്ങുക. റമളാനിലല്ല സജ്ജീകരണങ്ങൾ തുടങ്ങേണ്ടത് എന്നർത്ഥം, ഇപ്പോൾ തന്നെ ആരംഭിക്കുക. അതോടൊപ്പം റമളാനിൽ റജബിൽ പ്രത്യേകിച്ചുള്ള ചില ആളുകൾ ഇത്ര വക്ത നിസ്കാരം, ഇങ്ങനത്തെ നോമ്പ്, അങ്ങനെ നോമ്പ്, ഇങ്ങനെ നോമ്പ്, ഇങ്ങനത്തെ നിസ്കാരം, അങ്ങനെ കുറെ എന്തൊക്കെയോ ഇല്ലാത്ത കാര്യങ്ങൾ. റജബിൽ പ്രത്യേകിച്ചുള്ള ഇബാദത്തുകളും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പ്രത്യേകിച്ചൊരു സുന്നത്ത് നിസ്കാരമോ പ്രത്യേകിച്ചുള്ള സുന്നത്ത് നോമ്പോ ഒന്നും റജബ് മാസം എന്നതിന്റെ പേരിൽ വന്നിട്ടില്ല. മുൻഗാമികളൊക്കെ പറഞ്ഞത് ഇത്രയേ ഉള്ളത്, റമളാനിന് മുന്നേ മുന്നൊരുക്കങ്ങൾ നടക്കണം എന്നതല്ലാതെ ഈ കാലഘട്ടത്തിൽ ചിലർ പറയുന്നത് പോലെ റജബ് മാസമായതുകൊണ്ട് ഇത്ര റക്അത്ത് നിസ്കാരം, റജബ് മാസമായതുകൊണ്ട് ഇത്ര നോമ്പ്, അങ്ങനെ ഒരു നിയമം ഇസ്ലാം പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്ത് വേണം? റമദാനിലേക്ക് മുന്നൊരുക്കം തുടങ്ങേണ്ടത് ഇപ്പോഴേ മാനസികമായി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പുണ്ട്, അനുഷ്ഠിക്കണം. റജബ് 13, 14, 15, ഷഅബാൻ 13, 14, 15 ആകെ 2 മാസം കൂടല്ലേ റമദാന് മുന്നേ കിട്ടുള്ളൂ. ആ അയ്യാമുൽ ബീദിൽ നമ്മൾ അനുഷ്ഠിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവണം. ഈ സുന്നത്ത് നോമ്പുകളെ റജബിലുള്ളൂ. വേറെ സുന്നത്ത് നോമ്പ് റജബിൽ ഇസ്ലാം പഠിപ്പിച്ചതായിട്ട് ഇല്ല. വേറെ ആരൊക്കെയോ പഠിപ്പിച്ചിട്ടുണ്ടാവും, അത് ഇസ്ലാമിൽ തെളിവല്ലല്ലോ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജാഗ്രത ഉണ്ടാവണം, ജാഗ്രത കൈവെടിയാതെ മുന്നോട്ട് പോകണം എന്ന് ഓർപ്പിക്കുകയാണ്. എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്,
നമ്മുടെ ഈമാനിന് വേണ്ടിയിട്ടാണ്. ഈമാനും ആരോഗ്യവും നിലനിർത്താൻ വേണ്ടി എപ്പോഴും അള്ളാഹുവോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക. ആരോഗ്യമാണ് നമ്മുടെ മുഖ്യം, ഈമാനാണ് പ്രധാനം. ഇത് രണ്ടും കൈവിടിയാത്ത ജീവിതം നമുക്കുണ്ടാവണം. ഇനി റമദാനിലേക്ക് എത്തുവാൻ ഉള്ള ശ്രദ്ധ നമുക്കുണ്ടാവണം. ഈ ഉള്ള മാസങ്ങളിൽ ഇനി നമ്മുടെ അമലുകളിൽ എന്ത് വരാൻ പാടില്ല? ഒരു 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 എന്തെങ്കിലും അലംഭാവം വരാൻ പാടില്ല. സുബഹി നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. ഖുർആൻ പാരായണം തുടങ്ങിയിട്ടില്ലാത്തവർ തുടങ്ങുക. അത് 1, 2, 3 കഴിയുന്ന പേജിൽ ഓരോ ദിവസവും പാരായണം ചെയ്യുമെന്ന് തീരുമാനിക്കാം. നമ്മുടെ കുട്ടികൾ പരീക്ഷാ സമയമാണ്. അതിന് രക്ഷിതാക്കന്മാർ ഒന്നുകൂടി കുട്ടികളുടെ വിഷയത്തിൽ ജാഗ്രതയുണ്ടാകും. മഗ്‌രിബിന് മുന്നേ കുട്ടികളെ പഠിക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടാക്കും. അതൊക്കെ അത്യാവശ്യമാണ്, ആവശ്യമാണ്, നിർബന്ധമാണ്. പക്ഷെ അക്കൂട്ടത്തിൽ ഖുർആൻ ഓതിക്കൊണ്ട് തുടങ്ങുന്ന ഒരു ശീലം നമ്മുടെ കുട്ടികളിലും ഉണ്ടാക്കിയെടുക്കാൻ രക്ഷിതാക്കന്മാർ ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കണം. കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന, എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥന, ആയത്തിനെ കുറിച്ച് ഗൗരവം ഒക്കെ നമ്മൾ ഉൾക്കൊള്ളുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാം കാണുന്ന അർഹമുർ റഹീമായ മുസ്ലിമായി ജീവിക്കുവാനും മരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാം കാണുന്ന അർഹമുർ റഹീമായ പരാശ്രയമില്ലാതെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. മരണം വരെ ഞങ്ങളുടെ ആരോഗ്യം നീ നിലനിർത്തി തരണേ അല്ലാഹ്. മരണം വരെ ഞങ്ങളുടെ ആരോഗ്യം നീ നിലനിർത്തി തരണേ അല്ലാഹ്. നമ്മുടെ ഈമാൻ നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തോന്നുന്ന വെള്ളം ഊരിക്കൊടുക്കുമ്പോൾ അത് വാങ്ങി കുടിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുമ്മ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من